ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമാകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മുടെ ബഡ്ജറ്റ് ആണ്. ഇന്നലെ എക്കണോമിക് സർവേ ഒക്കെ ധനകാര്യമന്ത്രി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിരുന്നു. എക്കണോമിക് സർവേ സൂചിപ്പിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രൈവറ്റൈസേഷനൊക്കെ വന്നേക്കാം, അതുപോലെ തന്നെ പല ലിബറലൈസേഷൻ മെഷേഴ്സും ബഡ്ജറ്റിലുണ്ടാവുന്നുള്ളൊരു ഇൻഡിക്കേഷനാണ്. അത്തരത്തിലുള്ള മെഷേഴ്സ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഒപ്പം ചീഫ് എക്കണോമിക് അഡ്വൈസർ പറഞ്ഞിരിക്കുന്നത് ഡീറെഗുലേഷൻ വേണം, അതുപോലെ തന്നെ പ്രൈവറ്റ് കോർപ്പറേറ്റുകളുടെ സ്ഥാനം കൂട്ടണം. ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ അദ്ദേഹം ഇറക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ വെൽക്കം മൂവുകളാണ് ഇത്തരത്തിലുള്ള മെഷേഴ്സ് ബഡ്ജറ്റിൽ ഉണ്ടാവുകയാണെങ്കിൽ. അതോടൊപ്പം തന്നെ നമ്മൾ ഗ്ലോബൽ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ അമേരിക്കൻ മാർക്കറ്റുകൾ ഇന്നലെ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ മിക്സഡ് ആയിരുന്നു. നമ്മൾ ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഗോൾഡ് ആണെങ്കിൽ സ്പോട്ട് ഗോൾഡ് ഇന്നലെ $2,823.1 പെർ ഔൺസ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തതിന് ശേഷം $2,800 ക്ലോസ് ചെയ്തിട്ടുള്ളത്. മറ്റ് കമ്മോഡിറ്റികളെല്ലാം തന്നെ സ്ലൈറ്റ്ലി വീക്കാണ്. സിൽവർ മാത്രമാണ് ഗോൾഡിനൊപ്പം സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഒപ്പം നമ്മൾ മറ്റ് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ പൊതുവേ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ ഒരു വൊളാറ്റിലിറ്റി മാർക്കറ്റിലുണ്ടാക്കുന്ന ന്യൂസ് ഫ്ലോസ് തന്നെയാണ്. എക്കണോമിക് സർവേ പറഞ്ഞിരിക്കുന്നത് അടുത്ത ധനകാര്യ വർഷം 6.3, 6.8 റേഞ്ചിലായിരിക്കും നമ്മുടെ GDP ഗ്രോത്ത് നിന്നാണ്. അപ്പോൾ ഗവൺമെൻറ് തന്നെ അഡ്മിറ്റ് ചെയ്യാണ് ഗ്രോത്ത് കുറവാണെന്നുള്ളൊരു കാര്യം. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് മാർക്കറ്റിൽ ഒരു പക്ഷേയൊക്കെ അടുത്ത ദിവസങ്ങളിൽ കണ്ടേക്കാം. ഒപ്പം വലിയ രീതിയിലുള്ള ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിംഗ് ഒക്കെ ഇന്ത്യയിൽ ഉണ്ടായേക്കും എന്നുള്ള ഒരു ഹിൻറ്റും കൂടി എക്കണോമിക് സർവേയിലുണ്ട്. ഇത് തീർച്ചയായിട്ടും മാർക്കറ്റിനെ സംബന്ധിച്ച് അത്ര പോസിറ്റീവായിട്ടൊരു കാര്യമൊന്നുമല്ല. എന്നിരുന്നാലും ബഡ്ജറ്റിൽ ഊന്നൽ നൽകുന്നത് പ്രൈവറ്റൈസേഷനും അതുപോലെ തന്നെ ഡീറെഗുലേഷനും അതുപോലെ തന്നെ അലോക്കേഷനൊക്കെ ഇൻഫ്രാസ്ട്രക്ചറിലും ഡിഫൻസിലും റെയിൽവേസിലും അതുപോലെ തന്നെ ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് സെക്ടറിനൊക്കെ കൂട്ടുകയാണെങ്കിൽ അതിൻ്റേതായ രീതിയിലുള്ള പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ അതാത് സെക്ടർ സ്റ്റോക്കുകളിലൊക്കെ കാണാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പം നമ്മൾ നമ്മുടെ ബാങ്കുകളുടെ ലെൻഡിങ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഗോൾഡ് ലോൺ ഒഴികെ മറ്റെല്ലാ സെക്ടറിലും ഡീഗ്രോത്ത് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത് ഡിസംബർ 2024-31 വരെ. തീർച്ചയായിട്ടും ഇത് അത്ര നല്ലൊരു ന്യൂസൊന്നുമല്ല എക്കണോമിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. എന്നിരുന്നാലും ബഡ്ജറ്റിൽ ഇത്തരത്തിലുള്ള നെഗറ്റീവ് സെൻറ്റിമെൻറ്റുകൾ ഓവർകം ചെയ്യാനുള്ള മെഷേഴ്സ് ഉണ്ടാവും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണുള്ളത്. അത്തരത്തിലുള്ളൊരു മെഷേഴ്സ് ബഡ്ജറ്റിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടായേക്കാം. ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് സെക്ടറാണ് ബഡ്ജറ്റിൽ നല്ല രീതിയിലുള്ള സോപ്സ് ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഗ്ലോബൽ മാനുഫാക്ചറിങ് സെക്ടർ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഷെയർ 4% പക്ഷേ വളരെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് 99% സ്മാർട്ട് ഫോണുകളും നമ്മളിപ്പോൾ ഇന്ത്യയിൽ തന്നെയാണ് നിർമ്മിക്കുന്നത്. എന്നിരുന്നാലും ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് സെക്ടറിൽ ഇന്ത്യയുടെ മാർക്കറ്റ് ഷെയർ കൂട്ടാനും അതുപോലെ തന്നെ ഇന്ത്യൻ കമ്പനികളുടെ കേപ്പബിലിറ്റി കൂട്ടാനുള്ള മെഷേഴ്സ് ബഡ്ജറ്റിൽ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ റെയിൽവേ അലോക്കേഷൻ കൂട്ടാനുള്ള സാധ്യതകളുണ്ട്, ഡിഫൻസ് അലോക്കേഷൻ കൂട്ടാനുള്ള സാധ്യതകളുണ്ട്. ഓവറോൾ ക്യാപെക്സ് വലിയ രീതിയിൽ ഇൻക്രീസ് ചെയ്യുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനൊക്കെ ഉണ്ട്. ഒപ്പം റിന്യൂവബിൾ എനർജി, സോളാർ റിലേറ്റഡ് സെക്ടറിലുള്ള പല സോപ്പുകളും അനൗൺസ്മെൻറ്റുകളും ഒക്കെ ബഡ്ജറ്റിൽ ഉണ്ടാവുന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായ പോസിറ്റീവ് ഇമ്പാക്റ്റ് സ്ലൈറ്റ്ലി ആണെങ്കിൽ പോലും മാർക്കറ്റിലുണ്ടായേക്കാം. അതോടൊപ്പം തന്നെ ഓട്ടോമൊബൈൽ സെക്ടറിൽ ഹൈബ്രിഡ് വെഹിക്കിൾസിന് ഒരു പക്ഷേ GST റിഡക്ഷനൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം ബഡ്ജറ്റിൽ. അങ്ങനെ വരികയാണെങ്കിൽ മാരുതി പോലുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. ഒപ്പം പുവർ ആൻഡ് മിഡിൽ ക്ലാസ് റേഞ്ചിലുള്ള ഇന്ത്യയിലത്തെ ജനങ്ങൾക്ക് ടാക്സ് ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ളൊരു ഹിൻ്റാണ് ഇന്നലെ പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇന്നലെ നമ്മൾ മാർക്കറ്റിൽ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് എത്രത്തോളം കാര്യമായിട്ടുള്ള പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുള്ള കാര്യം നമുക്ക് തീർച്ചപ്പെടുത്താൻ സാധിക്കില്ല. പക്ഷേ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഇന്നലത്തെ ക്ലോസിംഗ് ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വീക്കായിട്ടാണ്. ഇന്നാണ് ട്രംപിൻ്റെ താരിഫ് അനൗൺസ്മെൻറ്റുകളൊക്കെ അമേരിക്കയിൽ വരാൻ പോകുന്നത്.
കാനഡ, മെക്സിക്കോ എന്നീ കൺട്രികളിൽ നിന്നുള്ള ഇമ്പോർട്ടിന്മേൽ 25%, ചൈനീസ് ഇമ്പോർട്ടിന്മേൽ 10%. അമേരിക്ക താരിഫ് ഇമ്പോസ് ചെയ്യാൻ പോകുന്നത്. അടുത്ത ദിവസങ്ങളിൽ വീണ്ടും താരിഫ് ഇമ്പോസ് ചെയ്യുന്നൊക്കെയാണ് പറയുന്നത് പല രാജ്യങ്ങളുടെ ഇമ്പോർട്ടുകളിൽ മേലും. തീർച്ചയായിട്ടും അതിൻ്റേതായ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ ഗ്ലോബൽ മാർക്കറ്റുകളിൽ ഉണ്ടാവാം. അതോടൊപ്പം തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വലിയ രീതിയിലുള്ള അനൗൺസ്മെൻറ്റുകളൊക്കെ വരികയാണെങ്കിൽ, ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ നമ്മളെയും ഒരു പക്ഷേ വളരെ ബാഡലി ഇമ്പാക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഒപ്പം എക്കണോമിക് സർവേ സൂചിപ്പിച്ച പോലെ നമ്മുടെ GDP ഗ്രോത്ത് 6.3, 6.8 റേഞ്ചാണ് അടുത്ത ധനകാര്യ വർഷം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒപ്പം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് സെല്ലിംഗ് പ്രഷർ കൂടിയേക്കാമെന്നുള്ളൊരു ഹിൻറ്റും ഉണ്ട്. ഇതൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ബഡ്ജറ്റിനെ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള അനൗൺസ്മെൻറ്റ് ബഡ്ജറ്റിൽ വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ വീണ്ടും ഒരു നെഗറ്റീവ് സെൻറ്റിമെൻ്റ് ഒക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. മറിച്ച് ബഡ്ജറ്റിൽ വലിയ രീതിയിലുള്ള റിഫോം മെഷേഴ്സ്, പ്രൈവറ്റൈസേഷൻ മെഷേഴ്സ്, വലിയ രീതിയിലുള്ള പോസിറ്റീവ് അനൗൺസ്മെൻറ്റ്, ടാക്സ് റിലേറ്റഡ് പോസിറ്റീവ് അനൗൺസ്മെൻറ്റുകൾ, ഇത്തരത്തിലുള്ള അനൗൺസ്മെൻറ്റുകളൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പക്ഷേ മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ മോഡിലേക്ക് മാറിയേക്കാം. നല്ല രീതിയിൽ ഉള്ള ടാക്സ് ബെനിഫിറ്റൊക്കെ നമ്മുടെ ജനങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് ഒരു പക്ഷേ ഇനീഷ്യലി പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. മാർക്കറ്റിൽ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യണം. ഇന്നലെ തന്നെ ഓപ്ഷൻസ് മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ പ്രീമിയം വീക്കിലി കോൺട്രാക്റ്റുകൾക്ക് പോലും വളരെ ഹൈ പ്രീമിയം ആയിരുന്നു. അപ്പോൾ ഓപ്ഷൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് വളരെ കോഷ്യസ് ആവണം. കാരണം രാവിലെ 11 മണിക്ക് ബഡ്ജറ്റ് അനൗൺസ് ചെയ്യുമ്പോൾ ടൈം വാല്യൂ ഒക്കെ പെട്ടെന്ന് ഇറോഡ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ബഡ്ജറ്റ് അനൗൺസ്മെൻറ്റുകൾക്ക് ശേഷം വ്യക്തമായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ബഡ്ജറ്റ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.